CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത തടസ്സമുണ്ടായാൽ മണ്ണാർക്കാട്ടേക്കും പാലക്കാട്ടേക്കും പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി വളയേണ്ടി വരുന്ന ദുരിതത്തിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. വാടകയ്ക്കെടുത്ത സാധനം തിരിച്ചു നൽകാതെ മുങ്ങിയതായി പരാതി. നെല്ലായ കൃഷ്ണപ്പടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ മേൽവിലാസം നൽകി 10,000 രൂപ വില വരുന്ന വയറുമായി മുങ്ങിയത്. കടയുടമ പോലീസിൽ പരാതി നൽകി. മലപ്പുറം ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. എക്സൈസ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു കടന്നുകളഞ്ഞ മുൻ കഞ്ചാവ് കേസ് പ്രതി സക്കീറിനെതിരെ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത തടസ്സമുണ്ടായാൽ മണ്ണാർക്കാട്ടേക്കും പാലക്കാട്ടേക്കും പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി വളയേണ്ടി വരുന്ന ദുരിതത്തിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. കുമരംപുത്തൂർ പഞ്ചായത്തിലെ 2 തലങ്ങളിലായി നിൽക്കുന്ന ചങ്ങലേരി ചുങ്കം പ്രദേശങ്ങളെ ഒന്നിപ്പിക്കുന്നതാണ് ഈ പുതിയ പാലം. കുളപ്പാടം പാറക്കടവിൽ നിന്നും തുടങ്ങി ചങ്ങലേരി മല്ലിയിലേക്കാണ് പാലം പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇക്കഴിഞ്ഞ കേരള ബജറ്റിൽ പദ്ധതിക്കായി 3 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തിയത്. പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായി PWD പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗിരീഷിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ഇരു പ്രദേശങ്ങളും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ പഞ്ചായത്ത് അധീനതയിലുള്ള സ്ഥലമായതിനാൽ ഇത് PWDക്ക് വിട്ടുകിട്ടേണ്ടതുണ്ട്. കൂടാതെ ആവശ്യമായ അധിക സ്ഥലം സ്വകാര്യ വ്യക്തികളിൽ നിന്നും വിട്ടുനൽകുന്നതിനുള്ള നടപടികൾ പൂർത്തിയായാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാൻ സാധിക്കൂ. ഇതിനുശേഷമാകും ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് അയക്കുക. ബഡ്ജറ്റിൽ ഉൾപ്പെട്ട പാലത്തിന്റെ പ്രവൃത്തികൾക്കായിട്ട് സ്ഥലപരിശോധന നടത്തുന്നതിന് നടന്നു. ഇപ്പോൾ അത് പഞ്ചായത്ത് അധികൃതരിൽ നിന്നും സ്ഥലം വിട്ടു നൽകുന്ന മുറിച്ച് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തിക്കായിട്ടുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതാണ്. ഇതിലിപ്പോ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം ഏതെങ്കിലും ഉൾപ്പെടുന്നുണ്ടോ? ഉൾപ്പെടുന്നുണ്ട്. അത് പഞ്ചായത്തിൽ നിന്ന് തീരുമാനമെടുത്ത് ഫ്രീ ആയിട്ട് വിട്ടുതരുന്നതിന് തീരുമാനിക്കും. ഏകദേശം കുളപ്പാടം എങ്ങനെ സ്ഥലം കറക്റ്റ് സാറ്? കുളപ്പാടം ചങ്ങലേരി റോഡിന്റെ ഭാഗമായിട്ടുള്ള പാറക്കടവ്. ഇതിപ്പോ എങ്ങനെ കാര്യങ്ങളൊക്കെ ഏതുവരെ എത്തിയിട്ടുണ്ട് ഇതിന്റെ എന്ന് പറയാൻ കഴിയില്ല. ബഡ്ജറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇനി ബാക്കി ഇൻവെസ്റ്റിഗേഷൻ പ്രവൃത്തികൾ പൂർത്തീകരിച്ചതിന് ശേഷം ബാക്കി നടക്കും. പാലം വരുന്നതറിഞ്ഞ് വലിയ ആഹ്ലാദത്തിലാണ് കുളപ്പാടം പ്രദേശത്തെ നാട്ടുകാർ. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ എല്ലാവിധ സഹകരണവും തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നാട്ടുകാർ പറയുന്നു. നാട്ടുകാരെ ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ വലിയ സന്തോഷത്തിലാണ്. കാരണം ഒരു ബഡ്ജറ്റിൽ തന്നെ വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് നിവേദനം കൊടുത്ത് 1 മാസത്തിനകം തന്നെ അതിന് ഫണ്ട് വകയിരുത്താനും അതിന്റെ പ്രാരംഭ നടപടി എന്ന രീതിയിൽ അതിന്റെ സർവേക്കും ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരെ എത്തിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു പാലം വരുന്നതിന് വേണ്ടി എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ പ്രദേശത്തിന്റെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ചെയ്തു കൊടുക്കുമെന്ന് മാത്രമാണ് എസ് പറയാം. ചങ്ങലേരി പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പഞ്ചായത്ത് ഓഫീസിലേക്കും മറ്റും പോകുന്നതിനായി കോടതിപ്പടി ചുറ്റി വലിയ ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥയുണ്ട്. പുതിയ പാലം വരുന്നതോടെ ഈ യാത്രാക്ലേശത്തിനും വലിയ പരിഹാരമാകും. അതേസമയം മുൻകാലങ്ങളിൽ സർക്കാരിലേക്ക് പാലത്തിനായി പലതവണ അപേക്ഷകൾ നൽകിയിരുന്നെങ്കിലും അധികൃതർ ഇത് പാടെ അവഗണിക്കുകയായിരുന്നുവെന്ന് ചങ്ങലേരിയിലെ UDF പ്രവർത്തകർ ആരോപിച്ചു. ഇവിടുന്ന് എത്ര മുറവിളി കൂട്ടിൽ എന്ത് നിവേദനം ചെന്നാലും തിരിഞ്ഞു നോക്കാത്ത ഒരു സർക്കാരായിരുന്നു. കുമരംപുത്തൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുമരംപുത്തൂർ വില്ലേജ് പഞ്ചായത്ത് എന്നീ സ്ഥാപനങ്ങൾ അവിടെയാണ്. ഇവിടുന്ന് ഒരു മനുഷ്യൻ ഒരു ദിവസത്തെ പണി മുടക്കിയിട്ട് വേണം ഈ പഞ്ചായത്തിന്റെയും അല്ലെങ്കിൽ വില്ലേജിന്റെയും കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ. അതിന് 2 ബസ് കയറി വേണം പോകാൻ. അങ്ങനെ പല പ്രശ്നങ്ങളും, അതുപോലെ ട്രാഫിക് തടസ്സം, ഇത് എല്ലാം ഇവിടുത്തെ ജനങ്ങൾ സഹികെട്ടിട്ടാണ് ഇങ്ങനെ ഒരു മുറവിളി കൂട്ടിക്കൊണ്ട് ചെന്നപ്പോൾ കഴിഞ്ഞ സർക്കാർ അത് മുഖം തിരിച്ചു കളഞ്ഞ് അതിനുള്ള യാതൊരു അനുകമ്പയും പുലർത്തിയിരുന്നു. ഈ UDF സർക്കാർ വന്നപ്പം തന്നെ ഇങ്ങനെ ഒരു നിവേദനം നമ്മുടെ
വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന് കൊടുക്കുകയും അത് ആദ്യത്തെ ബഡ്ജറ്റിൽ വെക്കുകയും വി.ഡി. സതീശൻ അതിലേക്ക് 3 കോടി രൂപ ഈ പാലത്തിന് വേണ്ടി പാസ്സാക്കുകയും ചെയ്തു. അത് ഈ പ്രദേശത്തുള്ളവരുടെ അതുപോലെ മറ്റേ കുളപ്പാടത്തുള്ളവരുടെയും വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു. CCN മണ്ണാർക്കാട്. വാടകയ്ക്കെടുത്ത സാധനം തിരിച്ചു നൽകാതെ മുങ്ങിയതായി പരാതി. നെല്ലായ കൃഷ്ണപ്പടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ മേൽവിലാസം നൽകി 10,000 രൂപ വില വരുന്ന വയറുമായി മുങ്ങിയത്. കടയുടമ പോലീസിൽ പരാതി നൽകി. നെല്ലായ കൃഷ്ണപ്പടിയിലെ VK ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന സ്ഥാപനത്തിൽ നിന്നും കഴിഞ്ഞ മാസം 9-നാണ് സ്കൂട്ടറിലെത്തിയ യുവാവ് 10,000 രൂപ വില വരുന്ന 2 റോൾ വയർ വാടകയ്ക്കെടുത്തത്. നെല്ലായയിലെ തന്നെ മേൽവിലാസവും ഫോൺ നമ്പറും നൽകി. എന്നാൽ ദിവസങ്ങളായിട്ടും തിരികെ നൽകാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയതായും വ്യാജ മേൽവിലാസമാണ് നൽകിയതെന്നും കണ്ടെത്തി. തുടർന്നാണ് കടയുടമ മുഹമ്മദ് അൻസാർ ചെർപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. PM ശ്രീ വിഷയത്തിൽ പാണക്കാട് തങ്ങൾ നിലപാട് വ്യക്തമാക്കണമെന്ന് AIYF സംസ്ഥാന പ്രസിഡന്റ് K. ഷാജഹാൻ. പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് AIYF, AISF ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മലപ്പുറം DDE ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസിനു വേണ്ടി, മുസ്ലിം ലീഗിനു വേണ്ടി തെരുവോരങ്ങളിൽ സമരം ചെയ്ത യൂത്ത് ലീഗും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും MSFും അതുപോലെ KSUവും ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട് കേരളത്തിൽ. അവരെല്ലാം ഇന്ന് ഉറക്കത്തിലാണ്. അവരുടെ കൊടികളെല്ലാം തന്നെ മടക്കിയ അലമാരയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി തെരുവുകളിൽ തോറും സമരം ചെയ്ത് തെരുവുകൾ തോറും പ്രസംഗിച്ച് നടന്ന് കേരളത്തിലെ എല്ലാ മത ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും കൂട്ടുപിടിച്ച് ഓരോ പള്ളികൾ തോറും ഓരോ കവലകൾ തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി PM ശ്രീ വിഷയത്തിൽ പ്രസംഗിച്ച് നടന്ന യൂത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ഈ കേരളത്തിലെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും ഉൾപ്പെടെയുള്ള സംഘടനകളൊന്നുണ്ട്. മലപ്പുറം DDE ഓഫീസിലേക്ക് പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടയുകയും തുടർന്ന് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ധർണായോഗത്തിൽ AIYF ജില്ലാ പ്രസിഡന്റ് EV അനീഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനയുടെ പ്രമുഖ നേതാക്കളായ അഡ്വക്കേറ്റ് KK സമദ്, രജനി മനോജ്, യൂസഫ് കലയത്ത്, KV നാസർ, അഡ്വക്കേറ്റ് അനു മുസ്തഫ എന്നിവർ സംസാരിച്ചു. AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെഫീർ കീഴ്ശ്ശേരി സ്വാഗതവും KP നിയാസ് നന്ദിയും പറഞ്ഞു. CCN മലപ്പുറം. മലപ്പുറം ആന്റി നർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. എക്സൈസ് വാഹനം ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞ മുൻ കഞ്ചാവ് കേസ് പ്രതി സക്കീറിനെതിരെ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. മലപ്പുറം ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജയേഷ് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. രാത്രി 9:15 അങ്ങാടിപ്പുറം വൈലോങ്ങരയിൽ വെച്ച് കാറിൽ വരികയായിരുന്ന സക്കീറിനെയും സംഘത്തെയും തടയാൻ ശ്രമിച്ച എക്സൈസ് സംഘത്തിന്റെ സ്കൂട്ടർ ഇവർ ഇടിച്ച് തെറിപ്പിച്ച് രക്ഷപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ തുടരന്വേഷണത്തിലാണ് സക്കീറും സംഘവും വാടകയ്ക്ക് താമസിക്കുന്ന പുത്തനങ്ങാടി, മാലാപ്പറമ്പ്, കുരിശിൻചോട് ഭാഗങ്ങളിലെ വീടുകളിൽ പരിശോധന നടത്തിയത്. ഈ റെയ്ഡിലാണ് വീടുകളിൽ ഒളിപ്പിച്ച നിലയിൽ 14 കിലോയോളം കഞ്ചാവും സക്കീറിന്റെ തിരിച്ചറിയൽ രേഖകളും കണ്ടെടുത്തത്. പ്രതിയായ സക്കീറിന് പെരിന്തൽമണ്ണ എക്സൈസിലും ഒറ്റപ്പാലം പോലീസിലും മുൻപും മയക്കുമരുന്ന് കേസുകൾ നിലവിലുണ്ട്. വരും ദിവസങ്ങളിൽ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായുള്ള പരിശോധനകൾ കൂടുതൽ ശക്തമായി തുടരുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. ഓപ്പറേഷൻ തൂഫാൻ ശക്തമാക്കി പോലീസ്. വിൽപ്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്ന 60 ഗ്രാം മാരക രാസലഹരിയായ
MDMAയുമായി 3 യുവാക്കളെ ഡാൻസ് ഓഫ് ടീം അറസ്റ്റ് ചെയ്തു. മമ്പാട് സ്വദേശി തണ്ടിലാൻ സിറാജ്, കരിപ്പൂർ കൈതക്കോട് സ്വദേശി മേൽവിലാക്കൽ മുഹമ്മദ് റാഷിദ്, പുൽപ്പറ്റ കുഴിയംപറമ്പ് സ്വദേശി കുറ്റിക്കാട്ടിൽ മിഖായേൽ എന്നിവരെയാണ് പൂക്കോട്ടുംപാടം SI വിഷ്ണു അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ ഡിവൈഎസ്പി VK വിശ്വംഭരൻ നായർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് രാത്രി 11 മണിയോടെ അമരമ്പലം സൗത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ ലഹരിമരുന്നും കാറും സഹിതം പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വൻതോതിൽ രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായ ഇവരെന്ന് പോലീസ് വ്യക്തമാക്കി. പിടിച്ചെടുത്ത MDMAയ്ക്ക് പൊതുവിപണിയിൽ 2 ലക്ഷത്തോളം രൂപ വില വരും. ലഹരിമരുന്നിന് പുറമെ പ്രതികളിൽ നിന്ന് 35,000 രൂപയും ഒരു എയർഗണ്ണും മയക്കുമരുന്ന് അളക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ത്രാസും എക്സൈസ് പോലീസ് സംഘം കണ്ടെടുത്തു. പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN പെരിന്തൽമണ്ണ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസിന്റെയും ശബരി സെൻട്രൽ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി, ക്ലാസ്, കലാപരിപാടികൾ എന്നിവയും നടന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ റാലി ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ KB സുനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ലഹരിമുക്ത നവയുഗം നമ്മുടെ കൂട്ടായ പ്രതിബദ്ധത എന്ന സന്ദേശമുയർത്തിയാണ് ചെർപ്പുളശ്ശേരി ടൗണിലൂടെ റാലി നടത്തിയത്. തുടർന്ന് നടന്ന പരിപാടിയിൽ വാർഡ് കൗൺസിലർ മുഹമ്മദ് വാപ്പുട്ടി അധ്യക്ഷത വഹിച്ചു. ചെർപ്പുളശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ KT ജംസിയ ഉദ്ഘാടനം ചെയ്തു. ഇതിനെതിരെ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ മാത്രം ഇതിനെതിരെ നമ്മൾ പ്രസംഗിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം നൽകിയത് കൊണ്ടോ കാര്യമുണ്ടോ? ഇല്ലല്ലോ. വർഷം മുഴുവനും അല്ലെങ്കിൽ എല്ലാ സമയത്തും ഇത് നമ്മൾ ബോധേടാവേണ്ട ഒരു പ്രധാന വിഷയം തന്നെയാണ് ഇന്നത്തെ തലമുറ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ സമൂഹം ഇതിനെതിരെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും നല്ല പ്രവർത്തനം അല്ലെങ്കിൽ അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാവണം എന്നാണ് നമുക്ക് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സ്കൂൾ സൈക്കോളജിസ്റ്റ് PT പ്രജിത സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ഡോക്ടർ അനിൽകുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീലജ വാഴക്കുന്നത്ത് ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലൈഫ് ഫോർ സെയിൽ മൈമും ലഹരി വിരുദ്ധ സംഘഗാനവും ശ്രദ്ധേയമായി. തുടർന്ന് സിവിൽ എക്സൈസ് ഓഫീസർ ജാക്സൺ സണ്ണി വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. പ്രവൃത്തിയാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ഇതുവരെയുള്ള മനുഷ്യ ജീവിതങ്ങൾ ജനിച്ച് ജീവിച്ച് മരിച്ച എല്ലാവർക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വികാരങ്ങളിൽ ഒന്നാണ് അത്. എന്നാൽ ഈ സിന്തറ്റിക് ഡ്രഗ്സും മറ്റ് മയക്കുമരുന്നുകളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെസ്സി പന്ത് കൊണ്ടുവന്ന് കണ്ട എന്തെങ്കിലും തോന്നും? ഒരുത്തം പന്തം കൊണ്ട് പോകുന്നു, ഇത്രയും പേര് എന്തിനാ പന്തിന് അടി കൂടുന്നു, എല്ലാവർക്കും ഓരോ പന്ത് വെച്ച് കൊടുത്താൽ പോലെ മനസ്സിലാകുന്നുണ്ടോ? അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അല്ലെങ്കിൽ തകർത്തെറിയാൻ ശേഷിയുള്ളതാണ് ഇങ്ങനെയുള്ള കെമിക്കലും മറ്റേത് വസ്തുക്കളാണെങ്കിലും മദ്യം അടക്കം. മദ്യം എന്താണ്? നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. മദ്യം എന്ന് പറയുന്നത് കൺട്രോൾഡ് സബ്സ്റ്റൻസ് ആണ്. ചെർപ്പുളശ്ശേരി എക്സൈസ് ഇൻസ്പെക്ടർ O അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ലോകകപ്പ് ഫുട്ബോൾ ആവേശം വാനോളം ഉയർത്തി തൃക്കടീരി PTM സ്കൂൾ ഗ്രൗണ്ടിൽ അധ്യാപകരുടെ കാൽപന്തു കളി. മൈതാനത്ത് ബ്രസീലും അർജന്റീനയുമായി അധ്യാപകർ ഏറ്റുമുട്ടിയപ്പോൾ കുട്ടികൾക്കും ആവേശമായി. ഇരു ടീമുകൾ
ടീമുകളും തകർത്തു കളിച്ച മത്സരത്തിൽ 3-നെതിരെ 5 ഗോളുകൾക്ക് അർജന്റീന വിജയം നേടി. മത്സരത്തിൽ ഉടനീളം തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രോത്സാഹിപ്പിച്ചും ആരവങ്ങൾ മുഴക്കിയും കുട്ടികൾ കളം സജീവമാക്കി നിർത്തി. തോൽവിയിലും വിജയത്തിലും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉയർത്തിപ്പിടിച്ച അധ്യാപകർ കുട്ടികൾക്ക് മികച്ചൊരു കായിക വിരുന്നാണ് സ്കൂൾ മൈതാനത്ത് സമ്മാനിച്ചത്. ലോകകപ്പ് കാലത്തെ ഈ വേറിട്ട മത്സരം സ്കൂളിലെ എക്കാലത്തെയും മികച്ചൊരു കായിക ഓർമ്മയായി മാറി. CCN ചെറുപ്പുളശ്ശേരി. കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക സഭ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജു കരിയോട് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ തേജസ് ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ P. അശോകൻ, NC ജയകൃഷ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ CK ഷാഹുൽ ഹമീദ്, M. ചന്ദ്രമോഹനൻ, CP മൈമൂനത്ത് സാദിഖ്, K. പത്മജാക്ഷി, CC പാർവതി, C. വിജിത, MP ഷെറീന ഷിഹാബ്, R. രാജേശ്വരി, P. മല്ലിക, K. ശിവശങ്കരൻ, KT രാമചന്ദ്രൻ, P. കുട്ടൻ എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. KSKTU മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. VB ഗ്രാം പദ്ധതി പിൻവലിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് KSKTU മണ്ണാർക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നതിൻ്റെ ചരമക്കുറിപ്പ് കേന്ദ്ര ഭരണാധികാരികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്, നടപ്പാക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ ചെറിയൊരു വരുമാന മാർഗം എന്ന നിലയിൽ കണ്ടെത്തിയിരുന്ന അവരുടെ പ്രതീക്ഷയെയാണ് ഈ ഗവൺമെൻറ് എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിജിയുടെ പേര് തന്നെ RSSന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവർ ആ പദ്ധതിയുടെ പേരൊന്ന് ആദ്യം മാറ്റി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് മാറ്റി VBG റാംജി എന്ന പേരിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ നടപ്പ് സാമ്പത്തിക വർഷം നിങ്ങളെല്ലാവരും തൊഴിലുറപ്പ് തൊഴിലിന് പോകുന്നവരായിരിക്കുമല്ലോ. ഈ പിന്നിട്ട് ഇന്ന് ജൂൺ മാസം തീരാറാവുകയാണ്. 30-ാം തീയതി, ജൂൺ 30-ആയി. ഇന്ന് 1-ാം തീയതിയാണ്, ജൂലൈ 1-ആണ്. എത്ര പണി ഈ വർഷം നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുണ്ട്? ശരാശരി 100 തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി കൊടുക്കണമെന്നാണ് നിയമം പറയുന്നത്. 90 ദിവസമായിട്ടും ശരാശരി 10-ൽ താഴെ പണികളാണ് ഓരോ പഞ്ചായത്തിനും ഇതുവരെ കൊടുക്കാനായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നല്ല രൂപത്തിൽ നടന്ന ഒരു നിയമത്തെ അതിൻ്റെ ഭാഗമായി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുന്നു. ഗ്രാമസഭകളിൽ ഏതൊക്കെ പദ്ധതികൾ വേണമെന്ന് ആ ഗ്രാമസഭയിൽ കൂടിയ പൊതുജനങ്ങൾ നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ഓരോ മാസത്തിലും ചെയ്യാൻ കഴിയാവുന്ന പണികൾ ഇന്നതാണ് എന്ന് ഗ്രാമസഭ തീർച്ചപ്പെടുത്തുന്നു. ആ ഗ്രാമസഭ തീർച്ചപ്പെടുത്തിയ പദ്ധതികൾ വിവിധ ഘടകങ്ങളിൽ പരിശോധിച്ചുകൊണ്ട് അതിന് അംഗീകാരം വാങ്ങി ഒരു കൊല്ലത്തിൽ മിനിമം 100 പണികൾ കൊടുത്തിരുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ. CCN മണ്ണാർക്കാട്. KSRTC ബസ്സുകളിൽ അനാവശ്യമായി അനുവദിക്കുന്ന സൗജന്യ യാത്രകൾ നിയന്ത്രിക്കണമെന്നും അത് അർഹരായ ആവശ്യക്കാരിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും നടനും സാമൂഹിക പ്രവർത്തകനുമായ സന്തോഷ് പണ്ഡിറ്റ്. മണ്ണാർക്കാട് ഒരു ഹോട്ടൽ ഉദ്ഘാടന ചടങ്ങിന് എത്തിയതായിരുന്നു സന്തോഷ് പണ്ഡിറ്റ്. അദ്ദേഹത്തിന്റെ ചോദ്യം, നമ്മളിപ്പോ കറന്റ് അഫയേഴ്സിൽ പല കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പൊ നമുക്കറിയാം, ഇപ്പോ പ്രിയദർശിനി ബസ്സിൽ എല്ലാവർക്കും ഫ്രീ യാത്ര കൊടുക്കും. ഒരിക്കലും അതൊരു തെറ്റാണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഒരാൾക്കൊരു സർക്കാർ ഒരു സംവിധാനം കൊടുക്കുന്ന ഒരു തെറ്റാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതേസമയം അതിന്റെ പ്രായോഗികതയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പരിപാടി നല്ല പരിപാടി തന്നെയാണ്. പ്രായോഗികത എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ബാധിക്കുമോ എന്നുള്ളൊരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, അത് മിസ്യൂസ് ചെയ്യപ്പെടുമോ?
ഞാനത് ഉറപ്പിച്ചു പറയുന്നത്. ഈ പെരിന്തൽമണ്ണ ഈ വഴിക്ക് ഞാൻ പലപ്പോഴും എന്റെ വീട് താമരശ്ശേരി വലശ്ശേരി സൈഡ് ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും താമരശ്ശേരി ഈ സൈഡിൽ കൂടെ വരുന്നത്. അപ്പൊ ഞാൻ സ്ഥിരമായി പോകുന്ന ചില എന്തെങ്കിലും എറണാകുളമൊക്കെ ഉണ്ട്, ഞാൻ സ്ഥിരം പോകുന്ന ചില ബസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ സാധാരണഗതിയിൽ പോകുന്ന ബസ്സുകളാണ്. 20-25 ആളായിട്ടാണ് ഈവനിങ് പോകുന്നത്. ഇപ്പൊ ഞാൻ ഈവനിങ് പോകുമ്പോൾ തന്നെ 70ഓളം ആളായിട്ട് കുത്തി നിറച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രയും ആളുണ്ടാവില്ല. എന്നോട് സന്തോഷ് സാർ, ഇതിൽ ടിക്കറ്റിൽ നിങ്ങളെ പോലത്തെ 10 ആളേ ഉള്ളൂ, ബാക്കി 60 പേര് ഈ നിൽക്കുന്ന 10 ആളാണ് ടിക്കറ്റ് തന്നുള്ളൂ, ബാക്കി 60 പേരും ഇരിക്കുന്നവരും ഇല്ല. അങ്ങനെയാണല്ലോ വരിക, ഫസ്റ്റ് കയറുന്നവനാണോ സീറ്റ് കിട്ടുക. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞത് ഇരിക്കുന്നത് നിൽക്കുന്നതിനെ കുറിച്ചല്ല, അനാവശ്യമായ യാത്രകൾ നടക്കും. അതല്ലല്ലോ യെസ്, സർക്കാർ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് നല്ലതാണ്. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പൊ കല്യാണം കഴിച്ച മകളെ കാണാൻ സാറേത് അച്ഛനും അമ്മയും വരുന്നതിന് പകരം നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ടാണ് വരുന്നത്. കാരണം സ്ത്രീകളെ മാത്രമേ വിളിക്കുന്നുള്ളൂ, എല്ലാവരും കൂടിയാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മളെ ലൈവിലി നമ്മൾ കാണാണ്, ഒരു തെറ്റല്ല കേട്ടോ. കാരണം ഞാനൊരാളോട് ചോദിച്ചു, വേണം ഇതൊക്കെ എത്ര കാലത്തേക്കാണ് അറിയില്ല, കിട്ടുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതും ഒരു പോയിന്റ് ആണ്. 2-3 മാസം കഴിഞ്ഞാൽ നിൽക്കും. അപ്പൊ ഇപ്പൊ തന്നെ മാക്സിമം അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയും. അപ്പൊ ഇത് നമ്മളുടെ മനസ്സിലുള്ളത് കൊണ്ടാണ്. അല്ലാണ്ട് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, നല്ല കാര്യമാണ്. പക്ഷെ അത് ആവശ്യക്കാരനെ കൊടുത്തിരുന്നെങ്കിൽ, ഇപ്പൊ ആവശ്യക്കാരനും അനാവശ്യമായിട്ടുള്ള ആളുകളും, അതായത് വെറുതെ ഒന്ന് വയനാട് കാണാൻ, വെറുതെ ഒന്ന് മൂന്നാറ് കാണാൻ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, നമ്മൾ ആവശ്യക്കാരൻ ഈ വഴിക്ക് പോകുമ്പോൾ നമ്മൾ നിന്ന് പോകേണ്ട ഒരവസ്ഥ. CCN മണ്ണാർക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണാർക്കാട് കുന്തിപ്പുഴയ്ക്ക് കുറുകെ പുതിയൊരു പാലം കൂടി യാഥാർത്ഥ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ കുന്തിപ്പുഴ പാലത്തിൽ ഗതാഗത തടസ്സമുണ്ടായാൽ മണ്ണാർക്കാട്ടേക്കും പാലക്കാട്ടേക്കും പോകാൻ കിലോമീറ്ററുകൾ ചുറ്റി വളയേണ്ടി വരുന്ന ദുരിതത്തിനാണ് ശാശ്വത പരിഹാരമാകുന്നത്. വാടകയ്ക്കെടുത്ത സാധനം തിരിച്ചു നൽകാതെ മുങ്ങിയതായി പരാതി. നെല്ലായ കൃഷ്ണപ്പടിയിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ നിന്നാണ് വ്യാജ മേൽവിലാസം നൽകി 10,000 രൂപ വില വരുന്ന വയറുമായി മുങ്ങിയത്. കടയുടമ പോലീസിൽ പരാതി നൽകി. മലപ്പുറം ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ ഓപ്പറേഷൻ തണ്ടർ പരിശോധനയിൽ പെരിന്തൽമണ്ണ പുത്തനങ്ങാടിയിൽ നിന്ന് 14 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. എക്സൈസ് വാഹനം ഇടിച്ചു തെറിപ്പിച്ചു കടന്നുകളഞ്ഞ മുൻ കഞ്ചാവ് കേസ് പ്രതി സക്കീറിനെതിരെ എക്സൈസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.